ഹലോ നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോയിലേക്കാണ് വരുന്നത്. ഓണമായാൽ ഓണത്തെ വരവേൽക്കാത്ത മലയാളികളുണ്ടോ? എന്നാൽ ഓണത്തെ വരവേൽക്കാൻ ഒരു ഗ്രാമം തന്നെയുണ്ട്. വടക്കൻ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള കൊളത്തൂർ ദേശത്ത് ഓണപ്പുഴ എന്ന കൊച്ചു ഗ്രാമം എൻ്റെ സ്വന്തം നാട്. ഓണപ്പുഴ എന്ന ഈ സ്ഥലത്തിന് ഈ പേര് വരാൻ ഒരു ചരിത്രവുമുണ്ട്. ഏകദേശം 500 വർഷത്തിലധികം മുൻപുള്ള ഒരു ചരിത്രം. ഓണപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് വന്നത് ഓണമായിട്ട് ബന്ധപ്പെട്ട് ഈ തറവാട്ടിലെ കാരണവന്മാരായിട്ട് തുടങ്ങി വെച്ച ഓരോ ഉത്സവങ്ങളും അതുപോലെ തന്നെ ഓണപ്പുടവ കൊടുത്തുകൊണ്ടുള്ള ആചാരങ്ങളുമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ മുതിർന്നൊരു കാരണവരുണ്ടായിരുന്നു. അച്ഛൻ്റെ ഒക്കെ ജ്യേഷ്ഠൻ, അച്ഛൻ്റെ ജ്യേഷ്ഠൻ കുഞ്ഞൻ പണിക്കർ. അദ്ദേഹം ഇവിടെ ഈ അക്കരക്കളരിയാണ്. ഈ തറ കാണുന്ന തറ അക്കരക്കളരിയാണ്. ഇവിടെ കളരിപ്പയറ്റും അതുപോലെ ഉള്ള കലകളൊക്കെ അഭ്യസിച്ച് വരികയും അവരുടെ ശിഷ്യഗണങ്ങൾ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വർഷത്തിലൊരിക്കൽ ഓണത്തിന് വരും. ഓണത്തിന് വരുന്ന സമയത്ത് ഇവർക്ക് ഓണപ്പുടവ കൊടുത്ത് സ്വീകരിക്കും. അങ്ങനെ അത് പിന്നെ നാട്ടിലെ എല്ലാവർക്കും ഈ തറവാട്ട് കാരണവന്മാർ ഓണപ്പുട കൊടുത്തുകൊണ്ട് ആഘോഷമാക്കിയിട്ട് നടത്തുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായത്. നാട്ടിലെ പ്രധാനിയായിരുന്നു കുഞ്ഞൻ പണിക്കർ. കളരി അഭ്യാസിയും ഗുരുവുമായിരുന്നു. അദ്ദേഹം നാട്ടിലെ ആളുകൾക്ക് കളരി അഭ്യസിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കളരി വൈഭവം നാടൊട്ടാകെ പരന്നു. ദൂരദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ അദ്ദേഹത്തിൽ നിന്നും കളരി അഭ്യസിക്കാനെത്തി. കൂടാതെ അദ്ദേഹം ജാതി മതഭേദമന്യേ അക്ഷരവിദ്യയും പഠിപ്പിച്ചു. സഞ്ചാരിയായിരുന്ന അദ്ദേഹം ദൂരദേശങ്ങളിൽ പോയി എല്ലാ വർഷവും ഓണക്കാലമായാൽ സ്വവസതിയിൽ തിരിച്ചെത്തും. അങ്ങനെ തറവാടിലെത്തിയ അദ്ദേഹത്തെ കാണാൻ ദൂരദേശങ്ങളിൽ നിന്നും നാട്ടിലുള്ളവരുമായിട്ടുള്ള എല്ലാ ശിഷ്യന്മാരും നാട്ടുകാരും അദ്ദേഹത്തെ കാണാനെത്തും. അങ്ങനെ അദ്ദേഹത്തെ കാണാനെത്തുന്ന അവർക്ക് അദ്ദേഹം പുടവ നൽകും. തിരിച്ച് ഇങ്ങോട്ടും ശിഷ്യഗണങ്ങൾ ഗുരുവിന് പുടവ നൽകി ആദരിക്കും. അങ്ങനെ ആളുകൾക്ക് പുടവ നൽകി ആദരിച്ചിരുന്ന ഈ സ്ഥലം ഓണപ്പുടവ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ ഓണപ്പുടവ എന്ന പേര് ലോപിച്ച് ഓണപ്പുഴ എന്നായിട്ടുണ്ട്. ഇപ്പോഴുള്ള തലമുറക്കാരായ ഇവിടുത്തെ ഗോപിപ്പണിക്കരും മറ്റും ആണ് ഇപ്പോഴുള്ളത്. അവർക്ക് ഇതിൻ്റെ പൈതൃകവും ഇതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് കഴിയുന്ന വിധം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓണപ്പുഴം തന്നെയാണ് ഇത്. ഇവിടെ പഴയ കളരിയാണിത്. പിന്നത് ഇവിടെ പഠിപ്പിക്കലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ ഓണപ്പുഴാന്ന് പേര് വരാൻ കാരണം. ഇവിടെ പൂർവികന്മാർ പറയുന്നത് പണിക്കന്മാരുടെ കളരികൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പുടവ കൊടുത്ത കാരനാണ് ഓണപ്പുഴ എന്ന് പറയുന്നത്. നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. ഇപ്പോഴും ആ കളരി നിലനിന്ന് പോകുന്നുണ്ട്. അവരെ മക്കളും പേരക്കുട്ടികളൊക്കെ നിലനിർത്തി പോകുന്നുണ്ട്. വിജയദശമി നാളിൽ ഇപ്പോഴും ആളുകൾ ഈ കളരി മണ്ഡപത്തിൽ വന്ന് കുട്ടികളെ എഴുത്തിനിരുത്താറുണ്ട്. അതുപോലെ തന്നെ ഈ നാട് ഒട്ടാകെ ജാതി മത ഭേദമന്യേ എല്ലാവിധ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞു ഗ്രാമം കൂടിയാണ്. പല കുട്ടിപ്പൊക്കെ ഈ ആൾക്കാർക്ക് തീരെ ഉണ്ടായിട്ടുണ്ട്. മറ്റേ പറമ്പിലൊക്കെ സ്ഥിരം ഞങ്ങൾ ചെറിയ ആട്ടക്കളോ അടിയും പിടിയും ഇവിടെയൊക്കെ പുകയായിട്ട് ഓണം തല്ലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയതാണ്. ഞങ്ങൾ സ്ഥിരമാണ്. എന്താ വീട് തന്നെ ഞങ്ങളെല്ലാവരും മുക്കാൽ ആൾക്കാർ ഉണ്ടാവും. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് ഒരു 7 മണി 8 മണി ഇവിടെ ആൾക്കാരുണ്ടാവും. എല്ലാവരും 7 മണി 8 മണിയൊക്കെ ആൾക്കാരുണ്ടാവും. ഇഷ്ടം പോലെ കുട്ടികളും മറ്റും
അതിനാണ് കുട്ടികൾ വരുന്ന കുറേ അങ്ങനെ വന്ന് പന്ത് കളിക്കുന്ന കുറേ ടീമുണ്ടാവും, മറ്റേ ടീം കുറേ ഉണ്ടാവും. അങ്ങനെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. ഉള്ളതൊക്കെ ഒരു ലോക്യത്തിലാണ്, എല്ലാവരും ലോക്യത്തിലാണ്. അല്ലാതെ ഇവിടെ മിക്സഡാണ് എല്ലാവരും, ഒറ്റയ്ക്കായിട്ടുള്ള ആൾക്കാരല്ല. ഇപ്പോൾ പറയേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ കുറച്ച് ഹിന്ദുക്കൾ പലപ്പോൾ കുളമ്പ് ഒക്കെ ഹിന്ദുക്കൾ മുസ്ലിംകൾ മിക്സ്. ഒരു കല്യാണം ഇപ്പോൾ ഒരു കല്യാണം ആക്കണമെങ്കിൽ എല്ലാവരും ഒന്നിച്ച് തന്നെയാണ്. ഓണൊക്കെ ഒരു കാലത്ത് അടിപൊളി തന്നെയായിരുന്നു അവിടെ, അടിപൊളി തന്നെയായിരുന്നു. എല്ലാ പ്രാവശ്യവും ഫുൾ പരിപാടിയായിരുന്നു ഓണത്തിന്. ഇപ്പം പിന്നെ ഈ ആൾക്കാർക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ഈ ചുറ്റുമുള്ള ഈ ആൾക്കാർ അമ്പലമൊക്കെ ഉണ്ടാവുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, സ്ഥിരമായിട്ടുണ്ടാവും. എല്ലാ പരിപാടിയും ഉണ്ടാവും. അങ്ങനെ പറഞ്ഞല്ലേ സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട് ഓണത്തിൻ്റെ സാധാരണ സമയത്ത്. അതാ അമ്പലത്തിൻ്റെ ആണെങ്കിലും പൊതു ഞങ്ങൾ ഓണത്തിനൊന്നും പരിപാടിയില്ലെങ്കിലും ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും. ഇപ്പം പിന്നെ അതൊന്നും ഇല്ല. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ടി വി ആയിട്ട് അതിന് സമയമില്ല. അതാണ് മെയിൻ കാരണം. ഇവർക്കും സമയമില്ല. ഇപ്പോൾ ഇതൊന്നും ഇന്നത്തെ തലമുറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ കാരണം ഒക്കെ അവിടെ പോയി ഇരിക്കുകയാണ് മഴ കൊടുക്കും. അപ്പോൾ പുറത്തിറങ്ങുക അല്ലെങ്കിൽ ഇവിടെ പങ്കെടുക്കുക എന്നുള്ള ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും കാണുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതൊക്കെ വളരെ കമ്മിയായിട്ട് വരും. അപ്പൊ ഓണത്തെ കുറിച്ച് നമ്മളെ നാട്ടുകാരായ നമ്മളെ സ്വന്തം ചേട്ടന്മാരാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് ചീരമ്പത്തൂർ അമ്പലമാണ് ക്ഷേത്രം അല്ലേ? ശിവന്റെ ക്ഷേത്രം, ശിവന്റെ ക്ഷേത്രം ചീരമ്പത്തൂർ. നമ്മളെ നാട്ടിലെ ആൾക്കാർ ഇവരൊക്കെ. അപ്പൊ ഈ സംഭവം എന്താണെന്ന് വെച്ചാല് ഇവര് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്ന സ്ഥലം വൈകുന്നേരം ഇഷ്ടംപോലെ ആൾക്കാർ കുറച്ച് ആൾക്കാർ ഇനി വരും കൂടുതൽ ഉണ്ടാവും. നേരം ഇരിക്കും ആൾക്കാരുണ്ടാവും. 5 മണിയൊക്കെ നമുക്ക് ആൾക്കാർ വരും.